ഹായ് മക്കളെ, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. PM ശ്രീ വിവാദം കേരളത്തിൽ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി ഈ വരുന്ന 29 അഥവാ ബുധനാഴ്ച കേരള വ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ദ് എന്ത് ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വരുന്ന ബുധനാഴ്ച കേരളത്തിൽ ഉടനീളമുള്ള സ്കൂളുകളിൽ അന്ന് പഠനം നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അത് ഒഫീഷ്യൽ ലീവുകളും കാര്യങ്ങളും ഒന്നുമല്ല. നിങ്ങൾക്കറിയാം, ഏതൊരു വിദ്യാഭ്യാസ ബന്ദ് വന്നു കഴിഞ്ഞാലും അത് സ്കൂളിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സ്കൂളിൽ ഒഫീഷ്യലി ലീവും തരുന്ന പരിപാടികളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അന്ന് അറ്റൻഡൻസ് ഉണ്ടാവും എന്നാണ് സാധാരണ പറയാറ്. അപ്പോൾ കഴിയുന്നവർ സ്കൂളിൽ പോവുക. സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിഷേധവുമായി വന്നു കഴിഞ്ഞാൽ സ്കൂളിലെ മറ്റുള്ളവർ എന്ത് ചെയ്യാണ്, വിദ്യാഭ്യാസ ബന്ദ് ഉണ്ടാവുന്ന സമയത്ത് ലോങ് ബെല്ലടിച്ച് ക്ലാസ് വിടാറാണ് സാധാരണ പതിവ്. അന്ന് സ്കൂളിൽ പോവുകയാണെങ്കിൽ അറ്റൻഡൻസ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഒക്കെ ഉണ്ട്. ഇനി അന്ന് വരാൻ പറ്റാത്തവർ അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ അറ്റൻഡൻസ് നൽകാത്തൊരു പ്രശ്നമൊന്നും സാധാരണ ഉണ്ടാവാറില്ല. അപ്പൊ അതിന്റെ കാര്യത്തിൽ ആർക്കും ശരി തെറ്റൊന്നും പറയാനില്ല. അന്ന് ശരിക്കും സ്കൂളിൽ പോണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഇത് കിട്ടിയൊരു അവസരമായിട്ട് നിങ്ങൾ കാണാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പ്രതിഷേധമുണ്ടെങ്കിൽ സ്കൂൾ നേരത്തെ വിടുന്നതാണ്. ഇനി സ്കൂൾ ആദ്യമേ നിങ്ങൾ പോകുന്നില്ല ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുകയാണ്. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് വേണ്ടി ആ സമയം നിങ്ങൾ പഠിച്ചോളൂ എന്നാണ് ഞാൻ പറയാ. അപ്പൊ ഈ ഒരു കിട്ടിയ ലീവൊക്കെ നിങ്ങൾ നല്ല കാര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക. വിവാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോകട്ടെ. ഇനി ഈ വിവാദത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഒക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് രേഖപ്പെടുത്തുക. ബാക്കിയുള്ള കുട്ടികൾക്ക് അതൊന്ന് മനസ്സിലായിക്കോട്ടെ.